ഹായ് എവരി വൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്നത് പോസ്റ്റൽ വകുപ്പിൽ വന്നിട്ടുള്ള ന്യൂ ജോബിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണിത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ. പോസ്റ്റൽ വകുപ്പിൽ നല്ല ശമ്പളത്തിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ, ലാസ്റ്റ് ഡേറ്റ് എന്നിങ്ങനെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പോസ്റ്റൽ വകുപ്പിൽ സ്ഥിര ജോലി. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. മെയിൽ മോട്ടോർ സർവീസ് ചെന്നൈ ഇപ്പോൾ സ്കിൽഡ് ആർട്ടിസൻസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 8ാം ക്ലാസ് പാസ്സായവർക്ക് മൊത്തം 10 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് തപാൽ വഴിയായി അപേക്ഷിക്കാം. നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഈ ജോലിക്ക് തപാൽ വഴിയായി 2024 ഓഗസ്റ്റ് 2 മുതൽ 2024 ഓഗസ്റ്റ് 30 വരെ അപേക്ഷിക്കാമെന്നാണ് പറയുന്നത്. ജസ്റ്റ് 8ാം ക്ലാസ് പാസ്സായവർക്ക് മാത്രം 10 ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഓഗസ്റ്റ് 30 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നല്ലൊരു ചാൻസാണ്, മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 2 മുതലാണ്. അതുപോലെ തന്നെ അവസാന തീയതി പറഞ്ഞു ഓഗസ്റ്റ് 30 വരെയാണ്. അതിന് മുമ്പായിട്ട് ആവശ്യമുള്ളവർ അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ്, സ്ഥാപനത്തിൻ്റെ പേര് മെയിൽ മോട്ടോർ സർവീസ് ചെന്നൈ. ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് നിയമന രീതി. അതുപോലെ തന്നെ തസ്തികയുടെ പേര് സ്കിൽഡ് ആർട്ടിസൻസ്. ഒഴിവുകളുടെ എണ്ണം 10. ജോലി സ്ഥലം ആൾ ഓവർ ഇന്ത്യ. ജോലിയുടെ ശമ്പളം 19,900 സ്റ്റാർട്ടിങ്ങിൽ കിട്ടും. അതുപോലെ തന്നെ 63,200 വരെ ശമ്പളം ലഭിക്കും. ദെൻ തസ്തികയുടെ പേര് സ്കിൽഡ് ആർട്ടിസൻസ് ആണെന്ന് പറഞ്ഞു. ഒഴിവുകളുടെ എണ്ണം 10. സാലറി പറഞ്ഞു 19,900, 63,200 വരെ സാലറി ലഭിക്കുമെന്ന് പറഞ്ഞു. ഓരോ പോസ്റ്റിലേക്കുമുള്ള വാക്കൻസികളാണ് ഇനി നോക്കാൻ പോകുന്നത്. MV മെക്കാനിക് സ്കില്ലഡ് 4 പോസ്റ്റാണുള്ളത്. MV ഇലക്ട്രീഷ്യൻ സ്കില്ലഡ് 1 പോസ്റ്റ്. ടയർമാൻ സ്കില്ലഡ് 1 പോസ്റ്റ്. ബ്ലാക്ക് സ്മിത്ത് സ്കില്ലഡ് 3 പോസ്റ്റ്. കാർപ്പൻ്റർ സ്കില്ലഡ് 1 പോസ്റ്റ്. ടോട്ടൽ 10 വാക്കൻസികളാണ് ഉള്ളത്. ഓക്കെ. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. സ്കിൽഡ് ആർട്ടിസൻസ് 18 to 30 വയസ്സ് വരെ ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 18നും 30നും ഇടയിലുള്ളവർക്ക്, അതേ ഏജ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നോക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത. സ്കിൽഡ് ആർട്ടിസൻസിലേക്ക് പ്രസ്തുത മേഖലകളിലുള്ള ട്രേഡ് സർട്ടിഫിക്കറ്റ്, 8ാം ക്ലാസ് പാസ്, പ്രസ്തുത മേഖലയിൽ 1 വർഷത്തെ ഒരു പ്രവൃത്തി പരിചയം വേണമെന്നാണ് പറയുന്നത്. ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പോസ്റ്റൽ വകുപ്പിൽ സ്ഥിര ജോലി അപേക്ഷാ ഫീസ് എത്രയാണെന്ന് പറയുന്നത്. മെയിൽ മോട്ടോർ സർവീസ് ചെന്നൈ 10 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് കൂടി ഉദ്യോഗാർത്ഥികൾ നൽകണം. അപേക്ഷാ ഫീസ് അടയ്ക്കാത്ത അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. ഉദ്യോഗാർത്ഥികൾക്ക് ഫീസ് ഓൺലൈൻ വഴി നെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്നിവ ഉപയോഗിച്ച് പണമടയ്ക്കാം. അപേക്ഷാ ഫീസ് അടയ്ക്കാത്ത അപേക്ഷകൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ നിരസിക്കുന്നതാണ്. ഒരിക്കൽ അടച്ച ഫീസ് തിരികെ ലഭിക്കുന്നതല്ല. കൂടാതെ അപേക്ഷാ ഫീസിന് പുറമേ വരുന്ന ബാങ്ക് ചാർജുകൾ ഉദ്യോഗാർത്ഥികൾ വഹിക്കേണ്ടതാണ്. ഓക്കെ. ഈ പോസ്റ്റിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കുക. ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു.